ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാജേശ്വരിയോട് ബാലചന്ദ്രൻ പറയുകയാണ് മായൻകുട്ടിയെ ശ്രീരഞ്ജിനി പൊക്കി. രാജേശ്വരി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നീ നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ? ആ ശാലിനി ചെയ്ത ചെയ്ത്താണ്. ഇനിയിപ്പോ അവരിങ്ങ് എത്തില്ലേ? സാരമില്ല ചേച്ചി, എത്തിയാലും മത്സരം മുഴുവിപ്പിക്കില്ല. ഞാൻ അവർക്കൊരു ആപ്പ് വെച്ചിട്ടുണ്ട്. ആപ്പല്ല കോപ്പ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. അവരെത്തുന്നതിന് മുമ്പ് ഇതൊന്ന് തുടങ്ങാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. രാജേശ്വരി സത്യഭാമയോട് ചോദിക്കുകയാണ്. അതെ, സമയം കഴിഞ്ഞല്ലോ, അടുത്ത ടീമിനെ തെരഞ്ഞെടുത്തുകൂടെ? ഫോണിൽ സമയം നോക്കിയിട്ട് സത്യഭാമ പറയുകയാണ്, 30 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട് രാജേശ്വരി. അതുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, നാശം പിടിക്കാനെന്ന് പറയുകയാണ് രാജേശ്വരി. അതേസമയം അവിടെ വെളിയിലെത്തുകയാണ് ശാലിനിയും ശാരദാമ്മയും. ശാലിനിയെ കണ്ട് ദാസൻ പറയുകയാണ്, ആശാനെ ദേ അവരെത്തി. വിഷ്ണു പറയുകയാണ്, പെട്ടെന്ന് വാ, നിങ്ങളുടെ പേര് വിളിച്ചിട്ട് കുറച്ചു നേരമായി. വാതിൽക്കലേക്ക് വന്ന ശാരദാമ്മ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ? ശാലിനിയും ശാരദാമ്മയും കണ്ട് ഒന്ന് പരിഭ്രമിക്കുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും സുസ്മിതയും. ശാലിനി പറയുകയാണ്, സോറി, ഞങ്ങൾ അല്പം ലേറ്റ് ആയി പോയി. തിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, ലേറ്റ് അല്ല, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തി. ഇതാണ് കുടുംബശ്രീ ശാരദ എന്ന് മേഘയോട് സത്യഭാമ പറയുമ്പോൾ മേഘ പറയുകയാണ്, വെൽക്കം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസിലേക്ക് നിൽക്കാം. മേഘ പറയുകയാണ്, എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഈ മത്സരം തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സത്യഭാമയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം സത്യഭാമ ഉദ്ഘാടനം ചെയ്യുകയാണ്. രാജേശ്വരിയെ ശ്രദ്ധിക്കുകയാണ് ശാലിനി. മേഘ പറയുകയാണ്, പാർട്ടിസിപ്പൻസ് പ്ലീസ് ലിസൺ. അടുക്കളയിലെ മഹാറാണിയെ കണ്ടെത്താനുള്ള കുക്കിംഗ് കോമ്പറ്റീഷൻ ഇതാ ആരംഭിക്കുകയാണ്. മത്സര റൗണ്ടുകൾ ഞാൻ വിശദീകരിക്കാം. ആകെ 3 റൗണ്ടുകളായിരിക്കും ഈ മത്സരത്തിന് ഉള്ളത്. ആകെ 6 മത്സരാർത്ഥികളാണ് ഉള്ളത്. അല്ലെങ്കിൽ സഹായി ഉൾപ്പെടെ 6 ടീമുകളാണ് ഇവിടെ മത്സരിക്കാനുള്ളത്. ആദ്യ റൗണ്ട് കഴിഞ്ഞാൽ ഒരു ടീം എലിമിനേറ്റ് ആകും. രണ്ടാമത്തെ റൗണ്ടിന് ശേഷം 2 ടീമുകൾ എലിമിനേറ്റ് ആകും. അങ്ങനെ അവസാന റൗണ്ടിലും അങ്ങനെ തന്നെയാണ്. അവശേഷിക്കുന്ന 3 പേരിൽ ഒരാളാകും വിജയി. ഓരോ റൗണ്ടിലും നമ്മുടെ ജഡ്ജ് സത്യഭാമ രുചിച്ചു നോക്കി നൽകുന്ന സീക്രട്ട് മാർക്ക് വഴിയാണ് വിജയിയെ നിശ്ചയിക്കുന്നത്. പാചകം പൂർത്തിയാകാൻ ആദ്യ റൗണ്ടിലെ മത്സര സമയം 20 മിനിറ്റ് ആണ്. പനീർ കൊണ്ടുള്ള വിഭവങ്ങളാണ് ആദ്യ റൗണ്ടിൽ മാറ്റുരയ്ക്കുന്നത്. വിഭവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം, രുചിയാണ് പ്രധാനം. വിഷ്ണു പറയുകയാണ്, ഇത് കുടുംബശ്രീ കലക്കും, നീ കഴിച്ചിട്ടില്ലേ അവിടത്തെ പാലപ്പനീർ? സൂപ്പറാണ്. ശാലിനി ശാരദാമ്മയോട് പറയാണ്, അമ്മേ പാലപ്പനീർ ഉണ്ടാക്കാം. അന്നേരം രാജേശ്വരി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, പനീറോ? അത് വെച്ച് എന്ത് കുന്തം ഉണ്ടാക്കാനാണ്? ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് നെറ്റിൽ നിന്നും എന്തെങ്കിലും പൊക്കാം. അവര് ശ്രദ്ധിക്കുകയൊന്നുമില്ല, ചേച്ചി റെഡിയായിക്കോ. പനീർ മട്ടൺ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സുസ്മിത ജയയോട് ചോദിക്കുകയാണ്, അതെ, ആന്റിക്ക് ടൊമാറ്റോ വെച്ചുള്ള വിഭവങ്ങളല്ലേ ഇഷ്ടം? ജയയ്ക്ക് പനീർ ടൊമാറ്റോ ഉണ്ടാക്കാൻ അറിയാമോ? ശ്രമിക്കാം എന്ന് ജയ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ശ്രമിച്ചാൽ മതി, ഫസ്റ്റ് പ്രൈസ് എനിക്ക് ഉറപ്പാണ്. മേഘ പറയുകയാണ്, അപ്പോൾ എല്ലാവർക്കും പാചകം തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും പാചകം തുടങ്ങുകയാണ്. പക്ഷെ അതേസമയം ശാലിനി ഗ്യാസ് കത്തിക്കാനായി നോക്കുമ്പോൾ ഗ്യാസ് കത്തുന്നില്ല. അത് കണ്ട് രാജേശ്വരി പറയുകയാണ്, ആ സ്റ്റൗ കത്തില്ലടി, ആദ്യ റൗണ്ടിൽ തന്നെ നീ പുറത്താകും. നീയൊക്കെ വരാൻ വൈകിയപ്പോഴേ ഞാൻ പണിയൊപ്പിച്ചു. ശാലിനി പറയുകയാണ്, അമ്മേ ദേ ഈ സ്റ്റൗ കത്തുന്നില്ല, കേടാണെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മയും കത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സ്റ്റൗ കത്തുന്നില്ല. അവരോടൊന്ന് നീ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ഹലോ, ഈ സ്റ്റൗ കത്തുന്നില്ല. വേറെ സ്റ്റൗ ഉണ്ടോ ഇവിടെ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ പറയുകയാണ്, സോറി സത്യാമ്മേ, സ്പെയർ സ്റ്റൗ ഞങ്ങൾ കരുതിയിട്ടില്ല. എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് രാജേശ്വരിയും ശാലിനിയും ആലോചിച്ചു നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതെ, ഉള്ളത് കൊണ്ട് ചെയ്യണം. ഒരാൾക്ക് വേണ്ടി മാത്രം നിയമം മാറ്റാൻ പറ്റില്ല. 20 മിനിറ്റ് മത്സര സമയം ഉള്ളൂ, അതാണ് നിയമം. ഇത് കേട്ട് ആകെ ടെൻഷൻ ആവുകയാണ് വിഷ്ണു. ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ്, മോളെ, നമ്മളിനി എന്തു ചെയ്യും? ശാലിനി പറയാണ്, 1 മിനിറ്റ്, ഒരു വഴി ഉണ്ടാക്കാം, ഞാനിതാ വരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഓടിപ്പോവുകയാണ് ശാലിനി. ബാലചന്ദ്രൻ രാജേശ്വരിയോട് ചോദിക്കുകയാണ്, അവൾ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? പുറത്തേതെങ്കിലും ഹോട്ടലിൽ നിന്ന് പനീറിന്റെ ഐറ്റം വാങ്ങിക്കൊണ്ട് വരാൻ ആയിരിക്കും, അല്ലാതെ അവൾക്കിനി വേറെ വഴിയില്ലല്ലോ. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ഏയ്, അവൾ ഏതാ മുതലെന്ന് അറിയാമോ? സ്റ്റൗ കത്തിയില്ലെങ്കിൽ അവൾ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. നീ എടുക്കുമെന്ന് രാജേശ്വരി പറയുമ്പോൾ മൊബൈൽ നോക്കി വിഭവം തപ്പുകയാണ് ബാലചന്ദ്രൻ. അന്നേരം പുറത്തേക്ക് ഇറങ്ങിയ ശാലിനി ഒരു കമ്പ് കഷ്ണം വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് സ്കൂട്ടിയിൽ നിന്നും ബേഗും എടുത്തുകൊണ്ടുവരുന്നു. കമ്പ് തടിക്കഷ്ണം ശാരദാമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് മോളെ? അന്നേരം ശാലിനി ബേഗിൽ നിന്നും ലൈനിങ്ങിന്റെ തുണി എടുത്തിട്ട് പറയുകയാണ്, ചേച്ചി ലൈനിങ്ങിനായി വാങ്ങിച്ച തുണിയാണ്. ഇത് മതി നമുക്ക് ചെറിയൊരു തീപ്പന്തം ഉണ്ടാക്കാൻ.
അതിനുശേഷം ആ ലൈനിങ്ങിന്റെ തുണി കമ്പിൽ ചുറ്റുകയാണ് ശാലിനി. അതിനുശേഷം അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ് ശാലിനി. എല്ലാവരും ശാലിനിയും ശാരദാമ്മയും ശ്രദ്ധിച്ചു തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് സത്യഭാമ. ആ തീയിൽ വെച്ച് പാൻ ചൂടാക്കുകയാണ് ശാരദാമ്മ. ഇത് കണ്ട് വിഷ്ണു ദാസനോട് പറയുകയാണ്, കണ്ടില്ലേടാ എന്റെ പെണ്ണിന്റെ ബുദ്ധി. ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ അവൾ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. വിളഞ്ഞ വിത്താണവൾ, തുനിഞ്ഞിറങ്ങിയാൽ കൊണ്ടേ പോകൂ. എല്ലാവരും തകൃതിയായി പാചകം നടത്തുകയാണ്. ഉണ്ടാക്കുന്നത് മണപ്പിച്ചു നോക്കിയിട്ട് സുസ്മിത പറയുകയാണ്, കൊള്ളാം. രേഖ പറയുകയാണ്, പാർട്ടിസിപ്പൻസ് യുവർ അറ്റൻഷൻ പ്ലീസ്. എല്ലാവർക്കും നിങ്ങളുടെ പാചകം അവസാനിപ്പിക്കാം. അത് കേട്ട് എല്ലാവരും തങ്ങൾ ഉണ്ടാക്കിയത് പാത്രങ്ങളിലേക്ക് പകരുകയാണ്. ശ്രീമതി സത്യഭാമ ഇനി വിഭവങ്ങൾ രുചിച്ചു നോക്കി വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ്. ഓരോരുത്തരുടെയായി വിഭവങ്ങൾ രുചിച്ചു നോക്കുകയാണ് സത്യഭാമ. അവസാനം ശാരദാമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് സത്യഭാമ. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, പാലപ്പനീർ. അതും രുചിച്ചു നോക്കിയിട്ട് മാർക്കിടുകയാണ് സത്യഭാമ. എന്നിട്ട് ശാലിനിയെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് തിരികെ പോകുന്നു. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾക്ക് വേറെ സ്റ്റൗ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് രാജേശ്വരി പറയുകയാണ്, അതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഈ റൗണ്ടിൽ തന്നെ ഔട്ടായി പോകുന്നവർക്ക് എന്തിനാ പുതിയ സ്റ്റൗ? തിരിങ്ങി തിന്നാനോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ രാജേശ്വരിയും പരസ്പരം ചിരിക്കുകയാണ്. മേഘയെ വിളിച്ച് പേപ്പർ കൊടുക്കുകയാണ് സത്യഭാമ. മേഘ പറയുകയാണ്, ആദ്യ റൗണ്ടിന്റെ വിജയിയെ പ്രഖ്യാപിക്കുകയാണ്. എലിമിനേറ്റ് ആയ പാർട്ടിസിപ്പൻസിന്റെ പേര് സത്യഭാമ പറയുന്നതായിരിക്കും. എല്ലാവരും വളരെയധികം ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, ഈ റൗണ്ടിൽ എലിമിനേറ്റ് ആയത് ദേവി കൃഷ്ണ. അത് കേട്ട് ഈശ്വര ഭഗവാനെ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. സുസ്മിത കരുതുകയാണ്, ഈ ആന്റി എന്തിനാ ആ ശാരദയെ ഇനിയും വച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുശേഷം ശാരദാമ്മയ്ക്ക് പുതിയ സ്റ്റൗ കൊണ്ടുവരികയാണ്. അന്നേരം അവിടേക്ക് വന്ന രമണൻ പിള്ള സത്യഭാമയോട് പറയുകയാണ്, സത്യാമ്മേ, ജയയുടെ കുഞ്ഞിന് സുഖമില്ലാന്നും പറഞ്ഞ് ഫോൺ വന്നിരുന്നോ? അവളെ പറഞ്ഞു വിടണം. സത്യഭാമ പറയുകയാണ്, അതിനെന്താ, പൊയ്ക്കോളാൻ പറയും. പകരം ആരെങ്കിലും സഹായിക്കാൻ നിന്നാൽ മതി. പിള്ളച്ചേട്ടന് വേണമെങ്കിലും നിൽക്കാം. അറിയാം സത്യാമ്മേ. സുസ്മിത മോള് പൊയ്ക്കോട്ടെ. അല്ല, ജയ പൊയ്ക്കോട്ടെ. സുസ്മിത മോള് നമ്മുടെ സ്വന്തം കുഞ്ഞല്ലേ. പകരം ഞാൻ എന്റെ മോളെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, എന്നാ നടക്കട്ടെ എന്ന് പറയുകയാണ് സത്യഭാമ. ജയയെ വിളിച്ചു കൊണ്ടുപോവുകയാണ് രമണൻ പിള്ള. അതിനുശേഷം തന്റെ മകളെ സുസ്മിതയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് രമണൻ പിള്ള പറയുകയാണ്, എന്റെ മോളാണ്, ഇവൾ സഹായിക്കും. എന്താ പേര്? അപർണ എന്ന് പറയുകയാണ് ആ കുട്ടി. പറയുകയാണ്, സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് വെജിറ്റബിൾ ചിക്കൻ. ഈ വിചിത്രമായ പേര് എന്താണെന്നാകും നിങ്ങൾ ആലോചിക്കുന്നത്. ആ കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ചിക്കൻ ഇല്ലാതെ ചിക്കന്റെ രുചി പച്ചക്കറിയിൽ സൃഷ്ടിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്നർത്ഥം. കണ്ടും കേട്ടും പരിചയിച്ച വിഭവങ്ങൾ മാത്രമല്ല, പുതിയ പരീക്ഷണങ്ങളിൽ നടത്തുന്നതിലും മിടുക്കിയായിരിക്കണം. ബ്ലൂ ഡയമണ്ട് കിച്ചന്റെ മഹാറാണി എന്നതാണ് ഈ റൗണ്ടിന്റെ ഉദ്ദേശം തന്നെ. ഈ റൗണ്ടിന് വേണ്ടി ആകെയുള്ളത് 30 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ നിങ്ങൾ വിഭവം തയ്യാറാക്കിയിരിക്കണം. വെജിറ്റബിൾ ചിക്കന് വേണ്ടി ആ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആവശ്യമുള്ളത് നിങ്ങൾക്കെടുക്കാം. പച്ചക്കറികൾ തിരഞ്ഞെടുക്കാനുള്ള സമയം 2 മിനിറ്റ് ആണ്. ഓർക്കുക, ഈ 2 മിനിറ്റും മത്സര സമയമായ 30 മിനിറ്റിൽ പെടുന്നതാണ്. എല്ലാവരും റെഡിയല്ലേ? 3, 2, 1 സ്റ്റാർട്ട് എന്ന് പറയുകയാണ് മേഘ. അന്നേരം എല്ലാവരും പെട്ടെന്ന് പച്ചക്കറികൾ എടുക്കാനായി ആ ടേബിളിനടുത്തേക്ക് പോവുകയാണ്. ശാരദാമ്മ പറയുകയാണ്, നീ ചിക്കൻ മസാല തയ്യാറാക്ക്, ഞാൻ പോയി പച്ചക്കറികൾ എടുത്തിട്ട് വരാം. പച്ചക്കറി എടുക്കാനായി മുന്നോട്ട് പാത്രവുമായി നടക്കുന്ന ശാരദാമ്മയെ കാൽ കൊണ്ട് തട്ടി വീഴ്ത്തുകയാണ് രാജേശ്വരി. സീറ്റിൽ നിന്നും സത്യഭാമ ചാടി എഴുന്നേൽക്കുകയാണ്. അയ്യോ അമ്മയെന്ന് വിളിക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.